Hello and welcome to the new video. In this video, I'll be discussing about transfer function. So what is the definition of a transfer function of a given system? So the transfer function of a system is defined as the ratio of Laplace transform of output to the Laplace transform of input with zero initial conditions. So output in the Laplace transform, input in the Laplace transform in the ratio Laplace transform of output to that of the Laplace transform of input with zero initial condition. സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്താ നമുക്ക് ഇൻപുട്ട് എക്സ് ഓഫ് ടിയും ഔട്ട്പുട്ട് വൈ ഓഫ് ടി ആണ് എടുക്കുന്നെങ്കിൽ വൈ ഓഫ് എസും എക്സ് ഓഫ് എസും ആണ് വരേണ്ടത്. അതിൻ്റെ റേഷ്യോ ആണ് സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. പിന്നെ ട്രാൻസ്ഫർ ഫംഗ്ഷനെ തന്നെ നമ്മൾ വേറെ സിസ്റ്റം ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. അത് റെപ്രസെൻറ്റ് എച്ച് ഓഫ് എസ് എന്നാണ്. എച്ച് ഓഫ് എസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എസ്, വേർ വൈ ഓഫ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. കാരണം we are assuming initial condition to be 0 divided by Laplace transform of input. ഇതാണ് transfer function definition. Laplace transform of output by Laplace transform of input with zero initial condition. So it is Laplace transform of zero state response divided by Laplace transform of input. ഇത് നമുക്ക് അധികം കേസിലും കിട്ടുക ഈക്വൽ ടു NR of S by DR of S, അതായത് ന്യൂമറേറ്റർ പോളിനോമിയൽ ഇൻ S ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഇൻ S ഇതാണ് കാണിക്കുന്നത്. So let the degree of numerator be capital M and degree of denominator be capital N. ഇപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ പവർ N എന്നാണ് വിളിക്കുന്നത്. ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ വരാം, അതായത് വെൻ ദ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈസ് ഡെൽ ഓഫ് ടി, ഇമ്പൾസ് ഇൻപുട്ട് ആണെങ്കിൽ ഓക്കെ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. അപ്പോൾ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേസിൽ നമുക്ക് ഡയറക്റ്റ് പറയാം എച്ച് ഓഫ് എസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ആണ്, അല്ലെങ്കിൽ എച്ച് ഓഫ് ടി ഈക്വൽ ടു വൈ ഓഫ് ടി ആണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ പറയുന്നതാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിന് ഇമ്പൾസ് റെസ്പോൺസ് എന്നും പറയാം. സോ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. എച്ച് ഓഫ് എസ് കണ്ടിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ കിട്ടുന്നതിന് എച്ച് ഓഫ് എസിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയാം, എച്ച് ഓഫ് ടി. ഈ എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രീക്വൻസി റെസ്പോൺസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. എച്ച് ഓഫ് എസ്, ഇവിടുത്തെ ഈ എച്ച് ഓഫ് എസിനെ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഓർഡറാണ്. ഓർഡർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രീനെ പറയുന്നത്, അതായത് എന്നിനെ ക്യാപിറ്റൽ എന്നിനെ പറയുന്നതാണ് ഓർഡർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ ന്യൂമറേറ്ററിനെ വെച്ചിട്ടുള്ള ഓർഡർ പറയുന്നത് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണ് ഓർഡർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും വെൻ എം ഈസ് ലെസ് ദാൻ എൻ, അതായത് ഡിനോമിനേറ്ററിൻ്റെ പവർ ന്യൂമറേറ്ററിനെക്കാളും കൂടുതലാവണം, അപ്പോൾ പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നോട്ട് എ പ്രോപ്പർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ പറയും. ഇനി നമുക്ക് അറിയാം ഇതിൻ്റെ റൂട്ട്സ്, ന്യൂമറേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 കൊടുത്ത് കിട്ടുന്ന റൂട്ട്സിനെ സീറോസ് എന്ന് പറയും, ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 കൊടുത്ത് കിട്ടുന്നതിനെ പോൾസ് എന്നും പറയും. അപ്പോൾ അത് നമ്മൾ എന്താ ഒരു എസ് പ്ലെയിനിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പോൾ സീറോ ഡയഗ്രാം അല്ലെങ്കിൽ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയും. ദാറ്റ് ഈസ് ദ പോൾസ് ആൻഡ് സീറോസ് ആർ ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആസ് ലൊക്കേഷൻസ് ഇൻ ദ എസ് പ്ലെയിൻ. then we will call this diagram as the pole zero diagram or pole zero plot. So അതിൽ നമുക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. സീറോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സീറോ എന്നുള്ള രീതിയിലും പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ക്രോസ് മാർക്ക് എന്നുള്ള രീതിയിലും ആണ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് പറയാം. ഒരു എക്സാമ്പിൾ പ്രോബ്ലം പോലെ പോൾ സീറോ പ്ലോട്ട് ദി പോൾ സീറോ ഡയഗ്രാം. ഫോർ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി എഫ് എന്ന് എഴുതുന്നുള്ളൂ. തന്നിട്ടുണ്ട് എച്ച് ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. ഇതിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഈ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനെ എത്തിച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് സീറോസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 കൊടുത്താൽ എസ് പ്ലസ് 3 ഈക്വൽ ടു 0 കൊടുത്താൽ എസ് ഈക്വൽ ടു എന്ത് കിട്ടും, -3 കിട്ടും. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒന്ന് എസ് ഈക്വൽ ടു ഇതിൻ്റെ വെച്ചിട്ട് 0 വരും. അടുത്തത് എസ് സ്ക്വയർ ഈക്വൽ ടു -4 എന്നാണ് വരിക. അപ്പോൾ എസ് ഈക്വൽ ടു എന്ത് വരും, +or - വരും, 2j +or - പിന്നെ എന്തൊക്കെ വരും, +or - എന്തുകൊണ്ട് എസ് നിർത്തി എഴുതേണ്ട കാര്യമൊന്നുമില്ല. 0 +or - പിന്നെ ഒരു -2 വരും, -1 വരും. ഇത്രയും എന്ത് വരും, നമുക്ക് പോൾസ് വരും, ഒരു 0 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ലൊക്കേഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാം.
ഓക്കെ. ഇത് 1 2 -1 -2 -3. അതേപോലെ ഇത് നമ്മളുടെ j 2j, താഴേക്ക് വരുമ്പോൾ -j -2j. ഇതാണ് ലൊക്കേഷൻസ് എന്ന് വിചാരിക്കാം. ഇതിൽ നമുക്ക് 0 ആകെ ഒരെണ്ണേ ഉള്ളൂ. എവിടെയാണ്? -3. അത് നമുക്ക് അതിന് തന്നെ കൊണ്ടിട്ട് വരച്ചേക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ 0. ഇനി പോൾസ് നമുക്ക് കുറച്ചധികം ഉണ്ട്. ഒന്ന് s=0-യിലുണ്ട്. അപ്പോൾ ഒറിജിനിലൊരു പോൾ എടുക്കുന്നുണ്ട്, അതൊരെണ്ണം. ഇനി അടുത്തത് -1-ലും -2-ലും ഉണ്ട്. -1-ൽ ഒരെണ്ണം, -2-ൽ ഒരെണ്ണം. ഇനി +or-2j-യിലാണ് എടുക്കുന്നത്. അപ്പോൾ +2j-ലും -2j-ലും ഉണ്ട്. +2j-ൽ ഒരെണ്ണം, -2j-ൽ ഒരെണ്ണം. ഇതാണ് നമ്മുടെ പോൾ 0 പ്ലോട്ട് ആയിട്ട് വരിക. ഓക്കെ, ഇത്ര തന്നെയുള്ളൂ സംഭവം.